എന്ത് ഞാൻ എന്തുവാണ് കാണുന്നത്? എന്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇന്നും നീ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയോ? പിന്നെ സത്യം പറ, ബ്യൂട്ടി പാർലറിൽ പോയോ? ചേട്ടൻ കണ്ടാ ഞാൻ ഇവിടുന്ന് എവിടെങ്കിലും പോകുന്നത്? ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. കള്ളം പറയരുത്, നീ ഫേഷ്യൽ പോയിട്ടില്ല. പോയി ഞാൻ നാണം കെടുത്തല്ലേ, ഞാൻ പോയിട്ടില്ല. ഇത് ഭയങ്കര ഗ്ലാമർ ആയല്ലോ, ഭയങ്കര സുന്ദരിയായി നീ ഇന്ന്. ഉച്ചക്ക് എന്ത് വേണം സ്പെഷ്യല്? ഉച്ചക്ക് എന്താ സ്പെഷ്യല്? എന്ന് കിട്ടുന്ന പോലെ മുളക് ഉടച്ച് തന്നാ മതി. ഒന്നല്ല, ആ കോഴീനെ അങ്ങ് വെട്ടട്ടെ. ഏത് കോഴിയനെ? നമ്മുടെ കോഴീനെ. എടി അത് മുട്ട കിട്ടുന്ന കോഴിയല്ലേ? 6 രൂപ കൊടുത്താ ഞാൻ കടയിൽ നിന്ന് മുട്ട കിട്ടിയല്ലേ, പിന്നെന്താ? 6 രൂപ? 6 രൂപ കൊടുത്താ ഞാൻ പോടുന്നു. ഇതല്ലേ മിസ്റ്റർ ആദ്യം പറയേണ്ടത്? ആണോ? ഇതല്ലേ ആദ്യം പറയേണ്ടത്? ഇപ്പൊ എന്താണ് അവസ്ഥ? എന്താണ്? തലയ്ക്ക് ഭയങ്കര പരിപ്പ്. നല്ല പരിപ്പുണ്ടോ? ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? ഓ, ഞാൻ വരുന്നില്ല, ഡോക്ടർ പോയി ഛർദ്ദിച്ചു. എടോ അതല്ല, തനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ? എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നില്ല. ഹേ, ഛർദ്ദിക്കാൻ വരുന്നില്ല? ഇല്ല. മുറിവുള്ള ആളല്ലേ? ടീറ്റി എടുത്തായിരുന്നു? ടീച്ചർ എടുക്കാൻ ഞാൻ എന്നെ പെരുമ്പാമ്പോ. എന്തൊരു കഷ്ടമാണെന്ന് പറ ദൈവമേ. ഇവിടെ മുറിവുള്ള ആളല്ലേ താൻ? അലർജി വല്ലതും ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. അലർജി വല്ലതും ഉണ്ടോന്ന്? അലർജി എന്ന് പറഞ്ഞാ വൈകുന്നേരം 2 എണ്ണം അടിച്ചില്ലെങ്കിൽ അലർജി ഉണ്ട്. ഉണ്ടോ? എനിക്കും ഉണ്ടോ ഇത്? എന്തായാലും അലർജി ഉള്ള സ്ഥിതിക്ക് തനിക്ക് ഞാനൊരു പെൻസിൽ എഴുതി തരാം. അതിനെ ഈ പേന തെളിയേ. ഞാൻ പറഞ്ഞോ, ഈ മൂത്രത്തിൽ കല്ലുണ്ട് കേട്ടോ. എന്ത് മൂത്രത്തിൽ കല്ലുണ്ട്? മൂത്രത്തിൽ കല്ലുണ്ട്. ഉണ്ട്. ഇവിടെ ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. ഞാൻ ഇതെങ്ങനെ കളയാൻ നോക്കും, അന്നേരം അത് സൂക്ഷിച്ചു വെക്കാൻ പോണം. ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല, ഉച്ചന്ന് അയച്ചിട്ടുണ്ട് വാട്സപ്പിൽ. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഗരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്ന് അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കണുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി, ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിഒ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വന്നി എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിഒ എന്റെ കൂട്ടുകാരനാ. പിന്നെ മാമൻ വല്ലാണ്. ഇത് ഏതാണ് ഇങ്ങോട്ട് കയറി വന്നത്? എനിക്ക് ജനിക്കാൻ പോണ ആദ്യത്തെ കുഞ്ഞ്, അതും ആൺകുഞ്ഞാണെങ്കിൽ എന്റെ വേണുവേട്ടന്റെ പേര് ഞാൻ ഇടും എന്റെ കൊച്ചിന്. എന്തിനടി വല്ലവനും കലോത്സവത്തിന് കിട്ടുന്ന ട്രോഫിയിൽ എന്റെ പേര് കൊത്തി വെക്കേണ്ട കാര്യം? കേശവോ താനിന്നലെ വായനയും കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ടേക്ക് പോകുമ്പോൾ തനിക്ക് ഏതാണ്ടൊക്കെയോ എന്താണ്ടൊക്കെയോ സംഭവിച്ചെന്ന് നമ്മുടെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ദാക്ഷായണി എന്നോടിത്ത മരുൾ ചെയ്തെന്റെ കേശവ പത്മനാഭോ എന്തോ ഞാൻ ഇന്നലെ ജനഹിം കഴിഞ്ഞ് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാട്ടോട്ട് പോകുമ്പോൾ പടിഞ്ഞാട്ടു തിരിഞ്ഞിരുന്നു ഞാൻ. മൂത്രമൊഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദാക്ഷായണിയുടെ പട്ടി വന്നെന്നെ കടിച്ചു പറിച്ചെന്റെ പത്മനാഭോ. കേശവ